ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഫാമിലിയായി പോയ ഗവി ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അതിൽ കുറച്ച് ക്ലിപ്സുകളാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈൻ വഴിക്ക് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഡെയിലി 30 വെഹിക്കിൾസാണ് ഇവിടേക്ക് എൻട്രി ഉള്ളൂ പെർ ഡേ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുമ്പ് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടേക്ക് കടക്കാനുള്ള പെർമിഷൻ കിട്ടുള്ളൂ. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഹിൽ സൈഡ് നാച്ചുറൽ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലായിരുന്നു. റിസോർട്ട് 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു റിസോർട്ടാണ്. അത്യാവശ്യം നല്ല റിസോർട്ടായിരുന്നു. ഫ്രീ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ആങ്ങമൂയിലേക്ക് പോയി. അവിടുത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് ഫസ്റ്റത്തെ ഒരു ഡാമിൻ്റെ എൻട്രൻസിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ 7 ഡാം 8 ഡാമുകളുണ്ട്. കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് ഡാമുകളുണ്ട് എന്തായാലും. അങ്ങനെ ആ ഡാമിൻ്റെ മുകളിൽ നമുക്കധികം നിർത്താനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോ ഡാമിൻ്റെ അവിടെ നിൽക്കുമ്പോഴും ഓരോ നമ്മൾ കിടക്കുന്ന സമയമൊക്കെ പോലീസുകാരുണ്ട്, അവരത് നോട്ട് ചെയ്യും. എത്ര മണിക്കാണ് കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കണം, അവിടെ സ്ലിപ്പ് കൊടുക്കണം. പിന്നെ ഗവിയിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുൻകൂട്ടി ബുക്ക് ചെയ്ത് എല്ലാം കറക്റ്റായി, ഈ ബുക്കും പേപ്പറും എല്ലാം കറക്റ്റായി ചെക്ക് ചെയ്ത് ഓൺലൈൻ കൂടെ ബുക്ക് ചെയ്യണം. പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് കുടുംബശ്രീയുടെ പൊതിച്ചോറ് നമുക്ക് കിട്ടും. നമുക്ക് കാടിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചോ ഭക്ഷണമോ ഒന്നും കിട്ടില്ല, യാതൊരുവിധ കടകളോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതുവരെ ഒരു ഏകദേശം 80 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഒരു യാത്ര. 70 to 80 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത്ര ഗ്യാപ്പിൽ നമുക്ക് ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാലത്ത് നമ്മൾ പൊതിച്ചോറ് കുടുംബശ്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കൊച്ചിപൊമ്പ ഡാമിൻ്റെ അവിടെ ബോട്ടിങ്ങിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. കൊച്ചുപൊമ്പ ഡാമിൽ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്, പക്ഷെ അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ, അവൈലബിളായിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് പിന്നെ കൊച്ചുപൊമ്പ ഡാമിൽ ബോട്ടിങ്ങിന് ചെയ്യാം. അവിടെ 1 ഡേ ട്രിപ്പ് വരുമ്പോൾ നമുക്ക് കൊച്ചുപൊമ്പ ഡാമിൽ ഇറങ്ങി നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഗവി ഡാമിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ സ്റ്റേ എടുത്തവർക്ക് മാത്രമാണ് ഗവി ഡാമിൽ ബോട്ടിങ് ഉള്ളൂ. ഏകദേശം ഗവി ഡാമിൻ്റെ പോലെ തന്നെ ഉള്ളൊരു അനുഭവം തന്നെ നമുക്ക് കൊച്ചുപൊമ്പ ഡാമിലും കിട്ടും. നമ്മൾ കാട്ടിക്കൂടെ വരുമ്പോൾ മൃഗങ്ങളെ പ്രതീക്ഷിച്ചു, പക്ഷേ ഒറ്റ മൃഗങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റിയില്ല. കുറച്ച് കുരങ്ങും ഒരു കാട്ടുപോത്ത് അങ്ങനെയാണ് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറെ അങ്ങനെ ആനയോ അങ്ങനെ മറ്റുള്ള മൃഗങ്ങളൊന്നും അതിങ്ങനെ കണ്ടില്ല. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടിനോടും യാത്രയോടും ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ഗവി ട്രിപ്പ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പോകുന്നതായിരിക്കും ഉത്തമം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈബിന് വേണ്ടിയിട്ട് വരുന്നവരാരും ഇങ്ങോട്ട് വരാണ്ടിരിക്കണം നല്ലത്. അവർക്ക് വല്ല ഊട്ടിയോ മൂന്നാറോ അങ്ങനെ ചില്ലായി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ ജസ്റ്റ് ഫുൾ ഫോറസ്റ്റാണ്, അതിനോടനുബന്ധിച്ചുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കി വരുന്നവർക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാടിനോടും കാട്ടിക്കൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളൊന്നാണിത് ഗവി. പിന്നെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശുദ്ധവായു കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണിത് ഗവി, പത്തനംതിട്ട ജില്ലയിലെ ഗവി. അപ്പോൾ മാക്സിമം കാണാത്തവർ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നല്ലൊരു സ്ഥലമാണ്, എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.